നമ്മൾ ഈ കുഞ്ഞു കുട്ടികളെയൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പണ്ടൊക്കെ ഇപ്പോഴും എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല, പോലീസ് വരുമെന്നൊക്കെ കാട്ടി അവരെ പേടിപ്പെടുത്തുമായിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കേന്ദ്രത്തിന് ഇഷ്ടപ്പെടാത്ത, അവർക്ക് രസിക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ തൊട്ടു പിന്നാലെ കേന്ദ്ര ഏജൻസികൾ വരുമെന്ന് വരികയും ചെയ്യുന്നൊരു സാഹചര്യം അതിപ്പോൾ ഈ ഒരു സമകാലിക രാഷ്ട്രീയത്തിൽ എന്നും നമ്മളങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഗോകുലം ഗ്രൂപ്പുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ റെയ്ഡിനെ നിഷ്കളങ്കമായി നോക്കിക്കണ്ടാൽ മതിയോ? ഇതൊരിക്കലും ഒരു നിഷ്കളങ്കമായ പ്രവൃത്തിയായി കാണാൻ കഴിയില്ല. കാരണം ഒരു നിയോ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നിശ്ചയമായും ഉണ്ടാകേണ്ടതും ഉണ്ടാകുമെന്ന് കരുതിയിരുന്നതുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് സ്വാഭാവികമായും ഇന്ന് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. ഇ ഡിയുടേതായിട്ട് ശ്രീ ഗോകുലം ഗോപാലിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ നടത്തി വരുന്ന റെയ്ഡ് എന്ന് പറയുന്നത് നിശ്ചയമായും തങ്ങൾക്ക് ഹിതമല്ലാത്ത കാര്യം പ്രവർത്തിച്ചു എന്ന തോന്നലിന്റെ ഭാഗമായി, എന്ന ഉറച്ച വിചാരത്തിന്റെ ഭാഗമായി അവർ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെടുത്തി എമ്പുരാൻ സിനിമയുടെ 17 വെട്ടുവെട്ടിയിട്ടും അടങ്ങാത്ത പ്രതികാരദാഹത്തിന്റെ ജ്വാലയാണ് ഇന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതൊരു തുടർക്കഥയായിരിക്കും, ഇതൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇനി അടുത്തതായി ശ്രീ മോഹൻലാലിനെയും അതുപോലെ ശ്രീ പൃഥ്വിരാജിനെയും ശ്രീ ആന്റണി പെരുമ്പാവൂരിനെയും പിന്നാലെയായിരിക്കും ഇ ഡിയും കേന്ദ്ര ഏജൻസികളും കടുകൻ കണ്ണുകളുമായി വട്ടമിട്ട് പറക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയിലെ കഴിഞ്ഞ 14 കൊല്ലത്തെ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാർ എപ്പോഴും ഇത്തരത്തിൽ തന്നെ പ്രവർത്തിക്കാനാകൂ എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനാവില്ല. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നവ ഫാസിസ്റ്റ് ഭരണകൂടമാണെന്നും ആ ഭരണകൂടം രാജ്യത്തെ നിയമങ്ങൾ എല്ലാം ഇല്ലാതാക്കുന്നതിന് പകരം പുതിയ നിയമങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വരുത്തുന്ന തരത്തിലേക്ക് നിയമനിർമ്മിതിയും അതുപോലെ തന്നെ ഭരണകൂട ഭീകരതയുടെ സ്വഭാവത്തിൽ അതിന്റെ ഭരണകൂടത്തിന്റെ ആയുധങ്ങളായ മർദ്ദനോപകരണങ്ങളായ അന്വേഷണ ഏജൻസികളെ കൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിപ്പിക്കും എന്നുള്ളത് നിയോ ഫാസിസത്തിന്റെ സ്വഭാവമാണെന്ന് വിലയിരുത്തിപ്പെട്ടിട്ടുണ്ട്. അതേ വിലയിരുത്തലുകൾ തന്നെയാണ്, അതേ പ്രവൃത്തികൾ തന്നെയാണ് ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തു വരുന്നത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇനിയും തുടരുമെന്ന് തന്നെയാണ്. ഇത് ഒരിക്കലും ഒരു അടഞ്ഞ അധ്യായമായി കരുതാൻ കഴിയില്ല. കാരണം ഒരു സാമ്പത്തിക സ്ഥാപനം നടത്തി വരുന്ന വ്യക്തി എന്ന നിലയിൽ സ്വാഭാവികമായും വളരെ താഴെത്തട്ടിൽ നിന്നും കഠിനാധ്വാനത്തിലൂടെ രാജ്യത്തെ തന്നെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥാപനം കെട്ടിപ്പടുക്കുമ്പോൾ സ്വാഭാവികമായി ശ്രീ ഗോകുലം ഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കൃത്യമായ അടിത്തറയും കണക്ക് പുസ്തകവും ഉണ്ട്. പക്ഷെ ആ കണക്ക് പുസ്തകങ്ങളിലേക്ക് ഒള്ളിക്കണ്ണിട്ട് നോക്കുക എന്നുള്ളത് ഇപ്പോ എമ്പുരാൻ സിനിമയുടെ സാഹചര്യത്തിന്റെയും എമ്പുരാൻ സിനിമയുടെ പശ്ചാത്തലത്തിലും കൂടി മാത്രമേ നമുക്ക് വിലയിരുത്താനാവൂ. അത് ഇന്ത്യൻ പാർലമെന്റിനുള്ളിലും ഇന്ത്യയുടെ രാജ്യസഭയ്ക്കുള്ളിലും ഒക്കെ തന്നെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് നമുക്കറിയാം. പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് വേണ്ടി നോട്ടീസ് നൽകുമ്പോൾ അത് നിഷേധിക്കുകയും ചർച്ചകൾക്ക് പോലും അവസരം പോലും നൽകാതെ പാർലമെന്റ് അംഗങ്ങളെ പോലും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെ ആകുമാനം ഇ ഡിയെ പോലുള്ള അന്വേഷണ ഏജൻസികളെ കൊണ്ട് കളവായി കേസുകളിൽപ്പെടുത്തി അവരെ ജയിലിലടച്ച അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ശ്രീ ഗോകുലം ഗോപാലിനൊക്കെ സൂക്ഷിച്ച് ജീവിക്കേണ്ടി വരുന്നു, ഇനി ജയിലിലേക്ക് ഈ പ്രായത്തിൽ പോകേണ്ടി വരുമോ എന്ന ആശങ്കയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായി രാജ്യത്താകമാനം പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. അവർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സാമ്പത്തിക കുറ്റകൃത്യം ഉണ്ടെങ്കിൽ ആ സാമ്പത്തിക കുറ്റകൃത്യത്തിനെ സംബന്ധിച്ച് അവർക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിന് കൃത്യമായും അവർക്ക് കേന്ദ്ര ഏജൻസികൾക്ക് അവകാശമുണ്ട്. പക്ഷെ അതല്ല, ഇതൊരു പ്രതികാര നടപടിയാണ്. ആ പ്രതികാര നടപടിയാണ് ഇന്ന് ഇ ഡിയുടേതായ റെയ്ഡായി 1-2 ദിവസം വൈകിയോ എന്നുള്ള മാത്രം സംശയമുള്ളൂ. കാരണം ഇത് വളരെ നേരത്തെ ചെയ്യും എന്ന് അവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. കേരളത്തിലെയും ഇന്ത്യയിലെയും RSS നേതൃത്വവും സംഘപരിവാറും ആവർത്തിച്ച് ഇത്തരം ഭീഷണികൾ തീർത്തുകളയും എന്ന ഭീഷണികൾ മുഴക്കിയതായി നമുക്കറിയാം. അപ്പൊ ആ ഭീഷണികൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. ആ ഭീഷണികൾ കൃത്യമായി സ്ഥാനത്ത് തന്നെ പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ള വസ്തുതയാണ് നമുക്ക് മുന്നിൽ ഇപ്പോ ഇ ഡിയുടെ റെയ്ഡിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ വരാൻ പോകുന്നത്. ഇനി ഒരുപക്ഷെ ശ്രീ ഗോകുലം ഗോപാലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ തോന്നൽ. ശരി. അത് ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ശ്രീ ഹസ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു
നവ ഫാസിസ നിലപാടുകൾ ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേറ്റിന്റെ പ്രകടമായി പോകുന്ന നിലപാട് എന്നുള്ള രീതിയിൽ നോക്കിക്കാണുന്നു, അതോ സാമ്പത്തിക കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന പരിശോധനയാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഗോകുലത്തിൽ നടക്കുന്ന പരിശോധന? എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളത് അവരവരാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ എങ്ങനെ നോക്കിക്കാണണമെന്ന് ഞാനെങ്ങനെ പറയാൻ പറ്റും? ഹസ്കർ എങ്ങനെ നോക്കിക്കാണണമെന്ന് ഞാനെങ്ങനെ പറയാൻ പറ്റും? ഓരോരുത്തരും അവരവരുടെ സൗകര്യം പോലെ നോക്കിക്കാണുക, വിലയിരുത്തുക, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യ അവകാശമൊക്കെ ഈ നാട്ടിലുണ്ട്. പിന്നെ ഹസ്കർ ഇവിടെ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്കറിയാം ഇത് RSS പറഞ്ഞിട്ടാണ്, ഞങ്ങൾക്കറിയാം ഇത് നടക്കാൻ പോകുന്നത്, ഞങ്ങൾക്കറിയാം അത് അങ്ങനെയാണ്, ഞങ്ങൾക്കറിയാം ഇങ്ങനെയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ അതിനാവശ്യമായ ഇത് കേരളത്തിലല്ലേ നടക്കുന്നത്. ഇതിനാവശ്യമായ പ്രതിരോധം തീർക്കുക, അല്ലെങ്കിൽ ഗോകുലം ഗോപാലിനോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കുക. ഞങ്ങൾക്കറിയാമെന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ ഇവിടെ മുൻ അനുഭവങ്ങളിൽ നിന്ന് കൂടിയായിരിക്കുമല്ലോ. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു പൗരന് അല്ല. ഒരു കാര്യമുണ്ട്, ഈ കള്ളന്മാർ മാത്രം പ്രതീക്ഷിക്കുകയും പേടിച്ചാലും മതിയെന്നേ. ഇപ്പൊ ഗോകുലം ഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കണക്കുകൾ കൃത്യമാണെങ്കിൽ, അദ്ദേഹത്തിന്റെ എല്ലാ രേഖകളും കൃത്യമാണെങ്കിൽ ആർക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കള്ളന്മാർ മാത്രം പേടിച്ചാൽ മതി. അതിൻ്റെ അകത്ത് എന്താ പ്രശ്നം? പിന്നെ ഇവിടെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് കേട്ടു, പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് റെയ്ഡ് എന്ന് പറയുന്നത് അതാണ് സുഹൃത്തെ. അല്ലാതെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന സമയത്ത് റെയ്ഡിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല റെയ്ഡിന് വരുന്നത്. അല്ല, ഈ സമയത്ത് വന്ന റെയ്ഡിനെ പറ്റിയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതിപ്പം ഈ സമയത്തിന്റെ മാത്രമല്ല, ഏതെങ്കിലും ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ അവിടെ ഈ വേട്ടയാടൽ എന്ന രീതിയിൽ കേന്ദ്ര ഏജൻസികൾ പ്രത്യക്ഷപ്പെടുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ സമയവും സൗകര്യവും അനുസരിച്ച് സമയം ഇപ്പൊ സമയം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ വ്യാഖ്യാനം വരുമോ, ഇങ്ങനെയൊന്നും പേടിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കണക്ക് കൂട്ടിയോ ഒന്നും ഒരു ഏജൻസിക്കും ഒരു സർക്കാർ ഏജൻസിക്ക് പ്രവർത്തിക്കാനാവില്ല. അവർക്ക് അവരുടേതായ രീതിയും അവരുടേതായ നടപടിക്രമങ്ങളും ഉണ്ട്. അതിനനുസരിച്ച് തന്നെ പോയേ പറ്റുള്ളൂ. അല്ല, ഇവിടെ വേറൊരു കാര്യമുണ്ടല്ലോ, ഇവിടെ പറഞ്ഞു കേട്ടിരുന്ന അതല്ലോ, ED കാണിച്ച് പേടിപ്പിച്ചുകൊണ്ടാണ് ഈ എമ്പുരാൻ സിനിമയിലെ ഇത്രയും എഡിറ്റിങ് അവർ ചെയ്തത്. അപ്പം ആ എഡിറ്റിങ് കഴിഞ്ഞിട്ടും ED കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ED പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്ത് കാര്യമാണുള്ളത്? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ സൗകര്യത്തിനനുസരിച്ച് ഇവർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മുനമ്പം വിഷയം, ഇപ്പം ഇന്നലെ പാസ്സാക്കിയ പാർലമെന്റിലെ പുതിയ വഖഫ് ഭേദഗതി നിയമം, ഇതൊക്കെ വളരെ വ്യാപകമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഈ വലത് മുന്നണിയും കോൺഗ്രസ് UDF-ഉം ഇവിടുത്തെ ജനങ്ങളോട് കാണിച്ച ആ ഒരു ജനവഞ്ചന വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഇവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ ഇങ്ങനത്തെ ഒരുമാതിരി ചീപ്പ് നമ്പറുകൾ ഇങ്ങനെ പറയുന്നു എന്നുള്ളതല്ലാതെ, അതിന് കുറേ മാധ്യമങ്ങളും കൂടെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് കാര്യമില്ല. ഇനി എന്ത് തന്നെയായാലും ED എന്ന് പറയുന്ന സെൻട്രൽ ഏജൻസിയാണ്. അവർ അവരുടെ ജോലി ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, എന്ത് വേണമെങ്കിൽ പ്രചരിപ്പിച്ചോ, അതൊന്നും അവരെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇവർ അതും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് വ്യാപകമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പ്രചരിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ BJP നേതൃത്വം ഇടപെട്ടത് ഇപ്പൊ ഒന്ന് തൽക്കാലം അടങ്ങ്, നമുക്ക് പതുക്കെ ചെയ്യാം, ഇപ്പം നിങ്ങൾ ED അവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ അതിന് ഇങ്ങനൊരു രാഷ്ട്രീയ വ്യാഖ്യാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരെ കേന്ദ്ര നേതൃത്വം BJP-യും കേന്ദ്ര നേതൃത്വമൊക്കെ ഇവരെ പിടിച്ചു നിർത്തിക്കോളും എന്നും ഈ കൂട്ടത്തിലുള്ള കള്ളന്മാർ പലരും വിചാരിക്കുന്നുണ്ടാകും. ഒന്നും നടക്കാൻ പോകുന്നില്ല. ആരെന്ത് പറഞ്ഞാലും ശരി, എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയാലും ശരി, അവർ അവരുടെ പണി അത്രയും. ഗോകുലം ഗോപാലിന്റെ ഭാഗത്ത് നിന്ന് ഗോകുലം ഗ്രൂപ്പുകളിൽ കള്ളത്തരം നടന്നുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യം നടന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നതെന്നാണോ അങ്ങ് പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്ത് പ്രത്യേകിച്ച് സാമ്പത്തിക കള്ളന്മാർ മാത്രം പേടിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ കള്ളന്മാരല്ലാത്തവരെ പേടിപ്പിക്കാൻ വേണ്ടിയാണോ റെയ്ഡ്? ഇപ്പൊ റെയ്ഡ് നടക്കുന്നത് എന്തിന് എന്നുള്ള കാര്യം പറയണ്ടേ? അല്ല അതെന്തിനാ നിങ്ങളെ നാട്ടുകാരെ മുഴുവൻ ബോധിപ്പിക്കണം? അവരെന്തിനാ റെയ്ഡ് ചെയ്യുന്നത്? അവർക്ക് അതിൻ്റെതായ കാരണം ഉണ്ടാകും. അല്ല, ഇവിടെ മാധ്യമങ്ങളെയും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ ബോധിപ്പിച്ചിട്ട് വേണം ED റെയ്ഡ് ചെയ്യാൻ. സൗകര്യമില്ല അവർക്ക്. പൊതുജനങ്ങൾ ഒരുപോലെ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി ഉണ്ടാകേണ്ടത് കൂടിയില്ലേ? ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ മാത്രം വന്ന് റെയ്ഡ് നടക്കുന്നിടത്താണ് ചോദിക്കുന്നത്, ഇത്രയും ദിവസം എന്തുകൊണ്ട് ED അനങ്ങിയില്ല? മുൻപും പരിശോധന നടന്നിട്ടുണ്ട് ഗോകുലം ഗ്രൂപ്പുകളിൽ, പിന്നീട് അതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടായിട്ടുകയും ചെയ്തിട്ടില്ല. പക്ഷെ ഇതാ ഇപ്പം എമ്പുരാൻ സിനിമ റിലീസ് ചെയ്യുന്നു, അതിനുശേഷമാണ് അവിടെ റെയ്ഡ് നടക്കുന്നത്. അവർ അവരുടെ സിസ്റ്റത്തിൽ കൂടെയാണ് പോകുന്നത്. അത് നിങ്ങളെ കൺവിൻസ് ചെയ്യേണ്ട കാര്യം അവർക്കില്ലെന്ന്.
നിങ്ങൾ കൺവിൻസ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞോ പ്രചരിപ്പിച്ചോ ചെയ്തോളൂ. അവർക്ക് നിങ്ങളോട് മറുപടി പറയാൻ താല്പര്യമില്ല. നിങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൂടിയാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പം ഇഡിയെ പറ്റി ഇഡിക്ക് നേരെ ഒരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഇഡിക്ക് നേരെയുള്ള ചോദ്യമല്ല, ഇവിടുത്തെ സംവിധാനത്തിന് നേരെ ഉയരുന്ന ചോദ്യമല്ലേ ശ്രീ ഷാബു പ്രസാദ്? സംവിധാനം അല്ലേ, ഇ ഡി എന്ന് പറയുന്നത് സെൻട്രൽ ഏജൻസിയാണ്. അവർക്ക് അവരുടേതായ രീതിയുണ്ട്, സിസ്റ്റം ഉണ്ട്. അവർ അതിൽ കൂടെ തന്നെ, ആ സിസ്റ്റത്തിൽ കൂടെ തന്നെ അവർ പോകും. അതിന് സെൻട്രൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് കീഴിലാണ്. സംശയം എന്താ? കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്ന സംവിധാനമല്ലേ? അതെ, സംവിധാനമാണ്. അവർക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ താല്പര്യമില്ലെന്ന്, നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല. ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിനും ഇ ഡിക്കും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ സൗകര്യമില്ല. കഴിഞ്ഞല്ലോ കാര്യം. നിങ്ങൾ എന്ത് വേണം പറ, എന്ത് വേണമെങ്കിൽ പ്രചരിപ്പിക്കുക. ഇത് തന്നെയാണ്. ഹസ്കർ, അങ്ങേക്ക് ഇതിന് മറുപടി പറയാം. ഇതാ ശ്രീ ഷാബു പ്രസാദ് പറയുന്നത്, ഇവിടെ ആരെയും കൺവിൻസ് ചെയ്ത് ആരെയും മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യം കേന്ദ്ര ഏജൻസികൾക്കോ കേന്ദ്രത്തിനോ ഇല്ല. തോന്നുന്ന സമയത്ത് റെയ്ഡ് നടത്തും, തോന്നുന്ന സമയത്ത് അവരുടെ പരിശോധനകൾ എന്താണോ അതുമായി അവർ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അല്ല അക്ഷയ്, ഇതില് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞാണ് വളരെ ശരി. കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ പ്രതിപക്ഷത്തെ ബഹുമാനമില്ല. രാജ്യത്തെ പ്രതിപക്ഷത്തിന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. നാലാം തൂണായ മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. അവർ തോന്നുന്ന പടി ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെയും തങ്ങൾക്കെതിർ നിൽക്കുന്ന ആളുകളെയും നിശബ്ദരാക്കാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഷാബു പ്രസാദ് മറന്നുപോയ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഇ ഡി എടുത്തിട്ടുള്ള കേസുകളുടെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 2%. 197 കേസ് രജിസ്റ്റർ ചെയ്തതിൽ 2% മാത്രം കൺവിക്ഷൻ റേറ്റ് മാത്രമുള്ളതാണ്. കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ NDPS കേസ് എന്ന് പറയുന്ന വിഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിലെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 97%. രാജ്യത്ത് ആ 97% ഒരു വിഭാഗത്തിലെ കേസുകളിൽ ശിക്ഷിപ്പിക്കാൻ കഴിയുന്ന സംസ്ഥാനത്താണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ആരെയും ബോധ്യപ്പെടുത്തണ്ട, ഞങ്ങൾ തോന്നുംപടി ചെയ്യും. അങ്ങനെ തോന്നുംപടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത്. ഇവിടെ സംവാദത്തിനിടമുണ്ട്. ഇവിടെ ഒരു ജനാധിപത്യ പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയിലൂടെ മാത്രമേ അന്വേഷണ ഏജൻസികൾക്ക് മുന്നോട്ട് പോകാനാവൂ. ഇത് രാജ്യത്തെ നിയമവ്യവസ്ഥയെ ആകമാനം വെല്ലുവിളിക്കുകയും അതുകൊണ്ടാണല്ലോ 8,72,000 വഖഫ് പ്രോപ്പർട്ടികൾ കൈയടക്കുന്നതിനു വേണ്ടി ഇന്നലെ പാർലമെന്റിൽ ഒരു ബില്ല് പാസാക്കിയിരിക്കുന്നത്. രാജ്യത്തെ മുസ്ലിങ്ങളുടെ വഖഫ് പ്രോപ്പർട്ടികൾ കവർന്നെടുക്കുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള പിന്നാമ്പുറമായിട്ട് നടത്തിയിട്ടുള്ള ഇടപെടലാണ് പുതിയ നിയമം, അമെന്റ്മെന്റ് ബില്ല് എന്നുള്ളത് അറിഞ്ഞുകൂടാത്തവരായി ആകപ്പാടുള്ളത് ഈ RSSന്റെ നേതൃത്വവും അതുപോലെ തന്നെ BJPയുടെ ഭരണകൂടവും മാത്രമാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് പ്രശ്നം ഉദിക്കുന്നത്. പാവപ്പെട്ട മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണകൂടം, ആ ഭരണകൂടം നിർദാക്ഷിണ്യം ഏതൊരു മനുഷ്യനെയും ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി നടത്തുന്ന പ്രക്രിയയായിട്ടാണ് ഇപ്പോൾ ഒടുവിൽ ശ്രീ ഗോകുലം ഗോപാലിന്റെ സ്ഥാപനങ്ങളിൽ നടത്തുന്ന റെയ്ഡ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം സാമ്പത്തിക കുറ്റകൃത്യം നടത്തിയിട്ടുണ്ട് എന്ന് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കൃത്യമായി ഇഡിക്കുണ്ട്. ഇഡി അത് നടത്തുക തന്നെ വേണം. പക്ഷെ ഇപ്പൊ നടത്തുന്നത് എമ്പുരാൻ സിനിമയിൽ പറഞ്ഞു വെച്ച് പോയിട്ടുള്ള ആ പറഞ്ഞു വെച്ചതിൽ 17 കട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് 17 കട്ട് നടത്തി. പക്ഷെ ആ സിനിമയുടെ സ്ട്രക്ചറിൽ ഒരു മാറ്റമില്ല. ആ സിനിമയിൽ ഗോദ്ര കലാപത്തെ സംബന്ധിച്ച് പറഞ്ഞതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളും ഒരു മാറ്റമില്ല. ആ മാറ്റം വരുത്താൻ ആ സിനിമയ്ക്ക് കഴിയില്ല എന്നുള്ള വസ്തുതയാണ്. കാര്യം സെൻസർ ബോർഡ് സെൻസർ ചെയ്തതിന് ശേഷം ഇറക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണത്. ആ സിനിമയിൽ ഇവർ ശുപാർശ ചെയ്തിട്ടുള്ള അംഗങ്ങളാണ് സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്നത്. അപ്പോ അവർ അംഗീകാരം നൽകിയിട്ടുള്ള സിനിമ അത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് RSSന് ബോധ്യം വന്നത് ഗോദ്ര കലാപത്തെ തുടർന്ന് ഗുജറാത്തിൽ നടത്തിയിട്ടുള്ള വംശഹത്യയിലും ഞങ്ങൾ കോഴിയെ പിടിച്ചു, ആ കോഴിയുടെ പപ്പും കൂടെയും ഞങ്ങളുടെ തലയിലുണ്ടോ എന്ന സംശയം മലയാളത്തിലാകമാനം ഇന്ത്യയിലാകമാനം വരാൻ പോകുന്നു എന്ന അപകടം അവർ മനസ്സിലാക്കി. ആ അപകടത്തെയാണ് അവർ അപനിർമ്മിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടാണ് ആ സിനിമയ്ക്കെതിരെ ഇത്രയും അധികം ചന്ദ്രഹാസം ഇളക്കിയത്. ആ ചന്ദ്രഹാസം ഇളക്കലിന്റെ തുടർച്ചയായിട്ട് മാത്രമേ ഇപ്പോ ശ്രീ ഗോകുലം ഗോപാലിന്റെ സ്ഥാപനങ്ങളിൽ നടത്തുന്ന റെയ്ഡിനെ കാണാൻ കഴിയൂ. ഇവർ ജനാധിപത്യം ഒരു തരത്തിലും മാനിക്കുന്നില്ല. ഇവർ വിമത ശബ്ദത്തെ മാനിക്കുന്നില്ല. ഇവർ അപരമതത്തെ ബഹുമാനിക്കുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം സർവ്വ മനുഷ്യരെയും അരികുവൽക്കരിക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഭരണകൂടം നടത്തുന്ന നടപടികൾ പോകുന്നത്. എന്നിട്ടും
ED നടത്തിയിട്ടുള്ള ഈ അന്വേഷണങ്ങൾ, ED എടുത്തിട്ടുള്ള കേസുകളിൽ കൺവിക്ഷൻ റേറ്റ്, ശിക്ഷിപ്പിക്കുന്നതിനുള്ള തെളിവുകൾ കോടതിയെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്നതാണ് നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം. എന്തുകൊണ്ടെന്നാൽ ഇത് മുഴുവൻ കളവായി. പരിശോധന തുടരുകയാണ്. ഇവർ പറയുന്ന പോലെയാണെങ്കിൽ അങ്ങനെ പലതും കണ്ടെത്തുകയും മറ്റ് നടപടികളിലേക്ക് പോകേണ്ടത് വരുന്നു. തിരികെ അതിഥികളിലേക്കാണ്. ശ്രീ ഷാബു പ്രസാദ്, ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല, ആരെയും ആർക്കും കൺവിൻസ് ചെയ്യേണ്ടതില്ല എന്നൊക്കെ അങ്ങ് നേരത്തെ പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതില്ലേ? ഈ കേന്ദ്ര ഏജൻസികളെ പറ്റി മുൻപൊക്കെ നമ്മൾ കേന്ദ്ര ഏജൻസികളെ പറ്റി കേൾക്കുമ്പോൾ എനിക്ക് ED, NIA ഈ പേരുകളൊക്കെ നമ്മൾ കേട്ട എനിക്ക് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ സമയത്ത് നമ്മൾ അതിനെ ആ തരത്തിൽ ഒരു വലിയ സംവിധാനമായിട്ടാണ് കണ്ടതെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം, കേന്ദ്രത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു സംഭവം എവിടെയും നടന്നാൽ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത നിമിഷം അവിടെ കേന്ദ്ര ഏജൻസികൾ പ്രത്യക്ഷപ്പെടുകയാണ്. പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ജോലി 5 വർഷം കൂടി ഇരിക്കുമ്പോൾ സർക്കാർ ചെയ്തു. അവർക്ക് 5 വർഷം കൂടി ഇരിക്കുമ്പോൾ പൊതുജനങ്ങൾ ബോധ്യപ്പെട്ടോ ഇല്ലയോ എന്ന് നമുക്ക് ബോധ്യപ്പെടാനുള്ള, മാധ്യമങ്ങൾക്കും എല്ലാവർക്കും ബോധ്യപ്പെടാനുള്ള ഒരവസരം ഉണ്ട്. പിന്നെന്നുള്ളത് കേന്ദ്ര സർക്കാർ അക്കൗണ്ടബിൾ ആയിട്ടുള്ളത് ഇവിടുത്തെ ജുഡീഷ്യറിയോട്. ഇനി ഇവർക്കൊക്കെ പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജുഡീഷ്യറിയെ സമീപിക്കാം, ഗോകുലിനെ സമീപിക്കാം, ആർക്കും മാധ്യമങ്ങൾക്ക് സമീപിക്കാം, ആർക്കും സമീപിക്കാം. അപ്പോൾ ജുഡീഷ്യറി ചോദിക്കുകയാണെങ്കിൽ ജുഡീഷ്യറിയെ ബോധ്യപ്പെടുത്തേണ്ടതും. അല്ലാതെ ഒരു കുഞ്ഞിനെ പോലും ബോധ്യപ്പെടുത്തേണ്ട കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനില്ല. ബോധ്യപ്പെടാത്തവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ല അവരുടെ ജോലി. അതുകൊണ്ട് തന്നെ അവര് ഈ രാജ്യത്തെ ഇവര് പ്രതിപക്ഷ പാർട്ടികളായാലും മാധ്യമങ്ങളായാലും ആരും എന്ത് പറയുന്നു എന്ന് മൈൻഡ് ചെയ്യേണ്ട കാര്യം പോലും കേന്ദ്ര സർക്കാരിനില്ല. ഇവിടുത്തെ പൊതുജനവും എന്ത് പറയുന്നു, എന്ത് ചോദിക്കുന്നു എന്നുള്ളത് ഭരിക്കുന്ന സർക്കാർ. തീർച്ചയായിട്ടും 5 വർഷം കൂടി ഇരിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് അതിന് മറുപടി പറയാനുള്ള അവസരം ഉണ്ടെന്നേ, അത് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടാനുള്ള അവസരം ഉണ്ടെന്നേ. വർഷത്തിന് ശേഷം മറുപടി പറഞ്ഞപ്പം ഇത്തവണത്തെ മറുപടി അത്ര സുഖമുള്ളതായിരുന്നില്ല, അത്ര മധുരം പോരായിരുന്നു. അല്ല, കുഴപ്പമില്ല. 10 വർഷത്തിന് ശേഷം, 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നതിന് ശേഷം 11ാമത്തെ വർഷം 3ാമത്തെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന സർക്കാരുകളൊക്കെ എങ്ങനെയായിരുന്നു ഫേസ് ചെയ്തിരുന്നത് എന്നും നമ്മുടെ മുമ്പിലുണ്ട്. സംഭവം ശരിയാണ്. കേന്ദ്ര ഗവൺമെന്റ് ബോധ്യപ്പെടുത്താത്തതിന്റെ തിക്തഫലമാണ് ഇത്തവണ അനുഭവിച്ച ചെറിയ കയ്പ്, അല്ലെങ്കിൽ അവസാന നിമിഷം ആശങ്കപ്പെട്ട് നിൽക്കേണ്ടതെന്നുള്ള ബോധ്യത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഇല്ല, അതായത് കേന്ദ്ര ഗവൺമെന്റിന് ഭൂരിപക്ഷമുണ്ട് പാർലമെന്റിൽ. കേന്ദ്ര ഗവൺമെന്റിന് പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ട്. അതുതന്നെയാണ് അതിന്റെ പൊതുജനങ്ങൾ കൺവിൻസ്ഡ് ആണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. കൂടിയോ കുറഞ്ഞോ എന്നുള്ളതല്ല, 271 സീറ്റിനപ്പുറമുള്ള ഓരോ സീറ്റും ജനങ്ങളുടെ അംഗീകാരം തന്നെയാണ്, കൺവിക്ഷൻ തന്നെയാണ്. അതിപ്പം കഴിഞ്ഞ പ്രാവശ്യം 300 ഇന്ന് 240 ആയോ അങ്ങനെയുള്ളതല്ല. കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടോ? അതിനുള്ള ഭൂരിപക്ഷം ജനങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് മതി, അത് എത്രയായാലും ശരി. ഇവിടെ ഒരു വോട്ടിന് പോലും ജയിച്ചവർ ഈ നാട്ടിലുണ്ട്, 50 വോട്ടിനും 100 വോട്ടിനും ജയിച്ചു പോയവർ ഈ നാട്ടിലുണ്ട്. അതും ജനങ്ങളുടെ അംഗീകാരം തന്നെയാണ്. അതുകൊണ്ട് അതേ പിടിച്ച് ജനങ്ങളെ ഈ ജനാധിപത്യത്തെയും ചോദ്യം ചെയ്യുന്നതിലൊരു പ്രശ്നമല്ല എന്നുള്ള അങ്ങനെയൊക്കെ ചിന്തയുടെ ഞാൻ വേഗം തന്നെ തിരിച്ചു വരാം. ഇടവേള കൂടി അനിവാര്യമാവുകയാണ്. അതിഥികളിലേക്ക് പെട്ടെന്ന് തന്നെ വരാം. ശ്രീ ബിഎൻ ഹസ്കർ, ഇവിടെ ഷാബു പ്രസാദ് പറഞ്ഞു കഴിഞ്ഞു ഇത്തരത്തിലുള്ളതൊക്കെ പ്രതീക്ഷിച്ചോ എന്നുള്ള കാര്യം, ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തു ചെയ്യാനാകും? ഇത് ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന് എല്ലാവരും പറയുന്നു, അങ്ങനെയുള്ളവർ എന്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യവും അദ്ദേഹം ഉയർത്തി. ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഇത് ഓരോ തവണയും ഓരോ പ്രശ്നം ഉണ്ടാകുന്നു, ഓരോ ഏജൻസി വരികയും ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിന് എന്ത് ചെയ്യാനാകും എന്നുള്ള ഒരു ചോദ്യം തീർത്തും പ്രസക്തമല്ലേ? പക്ഷേ നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. സ്വാഭാവികമായ ജനാധിപത്യ രാജ്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ തീസരി ബാത് 400 ബാത് പാസ് എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച വാരാണസിയിൽ 10 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറയുമ്പോൾ രാജ്യത്തെ മാധ്യമ പ്രവർത്തകർക്ക് ശ്രീ നരേന്ദ്രമോദി പിന്നോട്ട് നിൽക്കുന്നു, തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ടിയും വാർത്ത കൊടുക്കേണ്ടിയും വന്ന രാജ്യമാണിത്. അദ്ദേഹം 10 ലക്ഷം വോട്ടിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് 1.5 ലക്ഷത്തിൽ മാത്രം ജയിക്കേണ്ടി വന്ന രാജ്യമാണ്. അപ്പോ ഈ അഹങ്കാരത്തിന് അറുതി വരുത്താൻ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. ആ ജനങ്ങൾ കണക്കിന് കൊടുക്കും എന്നുള്ളത് മറന്നുപോകുന്നു. ചരിത്രം ഓർമ്മിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യയുടെ ചരിത്രം അതാണ്. ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥയെ തുടർന്ന് 2/3 ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച ചരിത്രമുള്ള രാജ്യമാണ്. അതുകൊണ്ട് ഇത്തരം അഹങ്കാരങ്ങളുമായി മുന്നോട്ട് പോയാൽ ഇവിടത്തെ ജനങ്ങൾ കൃത്യമായി കണക്ക് പറയും. ആ കണക്ക് പറയുന്നത് താങ്ങുന്നതിനുള്ള ആരോഗ്യം ഒരുപക്ഷെ ഇന്നത്തെ BJP നേതാക്കന്മാർക്ക് ഭാവിയിൽ ഉണ്ടാവില്ല
എന്ന വസ്തുത ഓർത്തുവെച്ചിരുന്നാൽ, ചെവിക്കുന്നുള്ളിയിരുന്നാൽ നല്ലതായിരിക്കുമെന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. ജനങ്ങളോട് സമാധാനം പറയണമെന്നേ. ഇവർക്ക് ജനങ്ങളോട് സമാധാനം പറയേണ്ടത് ഇവർ ജനങ്ങൾക്കൊപ്പം ആയിരുന്നില്ല ജീവിതത്തിൽ ഒരിടത്തും. ഇവർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിടത്തും അവർ ജനങ്ങൾക്കൊപ്പമായിരുന്നില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടോ അല്ലാതെയോ ഏതെങ്കിലും ദിവസം ഈ കൊളോണിയൽ വാഴ്ചയ്ക്കെതിരെ സമരം നടത്തിയതിന്റെ പാരമ്പര്യം അവർക്കില്ല. അതുകൊണ്ടാണ് ഈ രാജ്യത്തോട് അവർക്ക് സ്നേഹമില്ലാത്തത്. അതുകൊണ്ടാണ് ഈ രാജ്യത്തോട് ഇത്തരത്തിൽ അവർ പകരം വീട്ടാൻ ഒരുങ്ങുന്നത്. ഇവരുടെ പകയ്ക്ക് ആരൊക്കെ ഇരയാകും എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു സിനിമയെ പോലും അവർ ഭയപ്പെടുന്നു, ഒരു കലാസൃഷ്ടിയെ പോലും ഭയപ്പെടുന്നു. ഇനി നാളെ എതിർ ശബ്ദങ്ങളെയോ എതിർ വ്യക്തികളെയോ ഭയപ്പെടുന്നതിനപ്പുറം അവർ ഭയപ്പെടാൻ പോകുന്നത് ഏത് ഇലയനക്കത്തെ പോലും ഭയപ്പെട്ടുകൊണ്ട് രാജ്യത്തെ വൃക്ഷങ്ങൾ മുഴുവൻ മുറിച്ചു കളയുന്ന ഭരണാധികാരിയായി ഒരുപക്ഷെ ഈ ഭരണകൂടം മാറും എന്ന ഭയമാണ് എനിക്കുള്ളത്. അത് വരാൻ പോകുന്ന നാളുകളിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അത്തരത്തിൽ സംഭവിക്കുന്നതിന് മുമ്പേ രാജ്യത്തെ ജനങ്ങൾ ഇതിന് പകരം വീട്ടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ രാജ്യത്തെ ജനങ്ങൾ പകരം വീട്ടുമെന്ന് അങ്ങ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നേതാക്കളൊക്കെ ഇങ്ങനെ റെയ്ഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണെന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് ഇതിനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ഇതിനൊപ്പം ചേർന്നൊരു മറ്റൊരു തരത്തിലുള്ള ഒരു സമരമാർഗം സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് കൂടി ഇല്ലേ ഈ ഒരു സാഹചര്യത്തിൽ? അല്ല, നിശ്ചയമായി ഇതിൽ ജനങ്ങളുടേതായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാവും, ജനകീയ പ്രതിരോധം ഉണ്ടാവും, ജനങ്ങളുടേതായ ഒരു സമരമുറ ഇക്കാര്യത്തിൽ ഉണ്ടാവും. നിശ്ചയമായും അത് ഉയർത്തു വരും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP അപ്രമാദിത്വം നേരിടുമെന്നും ഇന്ത്യൻ ഭരണഘടന അപ്പാടെ മാറ്റിക്കളയുമെന്നും ഒക്കെ ഭയപ്പെട്ടുകൊണ്ട് ജനങ്ങൾ ഇന്ത്യ മുന്നണിക്കൊപ്പം ഭൂരിപക്ഷ സീറ്റുകളിലും അവർ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഈ BJP എത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. അപ്പൊ അത് അത്തരത്തിൽ ഇനിയും തുടർന്നും ജനങ്ങളുടേതായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും, ജനകീയ സമരങ്ങൾ രൂപപ്പെടും, ബദൽ സംവിധാനത്തെ കുറിച്ചുള്ള ചിന്തകളുണ്ടാവും. ഒരുപക്ഷെ ഇവരുടെ കൂട്ടുമുന്നണിയിൽ നിൽക്കുന്ന ആളുകൾ പോലും ഇവരെ തള്ളിപ്പറയേണ്ട സാഹചര്യം വരും. അത്തരം സാഹചര്യത്തിലേക്കാണ് നിലവിലെ ഭരണകൂടം, ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഓരോ നിലപാടുകളും വിരൽ ചൂണ്ടുന്നത് എന്ന് വേണം എനിക്ക് അനുമാനിക്കാൻ. അക്ഷയ, ഷാബു പ്രസാദ്, ഒരു കലാസൃഷ്ടി ഉണ്ടായി അതിനെ തുടർന്നുണ്ടാകുന്ന വേട്ടയാടലും ഇത് ആദ്യമായിട്ടല്ല നടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കൊക്കെയും അറിയാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിലും ചോദ്യം ചെയ്തോളൂ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തുടരുമെന്ന് തന്നെയുള്ളതാണോ? അല്ല, സർക്കാർ ഇപ്പം ഇവിടുത്തെ ഈ നാട്ടിലെ മാധ്യമങ്ങളെയും പ്രതിപക്ഷങ്ങളെയും മുഴുവനും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാനാവില്ല. സർക്കാരിന് 5 വർഷത്തേക്കുള്ള മാൻഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ജനങ്ങൾ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 5 വർഷം ജനങ്ങൾ അതിനനുസരിച്ച് ആ മാൻഡേറ്റിനനുസരിച്ചാണ് ജനങ്ങൾ പ്രവർത്തിക്കുക. എന്തും കാട്ടിക്കൂട്ടാം എന്നുള്ളതാണോ? അങ്ങനെ നിങ്ങൾ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ അങ്ങനെ സർക്കാരിന് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്രതികാരം ചെയ്യാം, ജനങ്ങളെ കൊണ്ട് പ്രതികാരം ചെയ്യിക്കാം, അതിനുള്ള അവസരമുണ്ട്. അങ്ങനെ തന്നെയാണെന്ന് കൂട്ടിക്കൊള്ളൂ. 5 വർഷം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും. അതായത് പാർലമെന്റിലെ നിയമം ഇപ്പം അതേ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഒരു നിയമം 2 ദിവസം പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലുമായി ഇവർക്ക് പറയാനുള്ളത് മുഴുവനും കേട്ട് എല്ലാവർക്കും പറയാനുള്ളത് മുഴുവൻ കേട്ട് 10-13 മണിക്കൂർ അർദ്ധരാത്രി നട്ടപ്പാതിര 1:30-2 മണി വരെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ആ നിയമം പാസ്സായത്. ആ നിയമം അത് നിയമമായത്. അവിടെ ഇരുന്നുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഏകാധിപത്യമാണ്, ഇവിടെ മറ്റേതാണ്, ഫാസിസമാണ് എന്നൊക്കെ പറയുന്നത്. ഈ രാജ്യത്ത് കൃത്യമായ ഭരണഘടനാ പ്രകാരം എഴുതി വെച്ചിരിക്കുന്നത് പോലെ അല്ലാതെ ഒരു സർക്കാരിനും പ്രവർത്തിക്കാനാവില്ല. അങ്ങനെ പോകാൻ കഴിയുകയുള്ളൂ. അത് ചോദ്യം ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞു ഇഡിക്ക് തെരച്ചിൽ നടത്തേണ്ട സമയത്ത് പരിശോധന നടത്തുമെന്നുള്ള കാര്യം പറഞ്ഞു. ഇവിടെ ഇതിനോട് പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ആളുകൾക്കാണെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ എമ്പുരാൻ ഇറങ്ങിയതും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള RSS കേന്ദ്രത്തിന്റെയൊക്കെ പ്രതിഷേധവും അതിന് വിമർശനവും വിദ്വേഷവും നിലനിൽക്കുന്നത് അവർ ഉന്നയിക്കുന്ന ആരോപണത്തിന് അടിസ്ഥാനമായി ഇപ്പോൾ ഈ ഗോകുലം ഗ്രൂപ്പിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡിൽ എന്തെങ്കിലും ആധികാരികമായി അത് ഇഡിക്ക് തോന്നുന്നു ഈട് പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് പറയാനുണ്ടോ അങ്ങേക്ക്? ഞാനിങ്ങനെ ഇഡി അവർക്ക് എന്തൊക്കെ കിട്ടി എങ്ങനെയൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ അറിയാൻ കഴിയുന്ന കാര്യം ഇത് മറ്റേ മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിലെ കളക്ഷൻ കണക്കുകളുമായിട്ട് ബന്ധപ്പെട്ട റെയ്ഡാണ്.
എന്നാണ് ഞാൻ അറിയാൻ കഴിയുന്നത്. എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയാനില്ല. എമ്പുരാനുള്ള പണി വീണ്ടും വരാനിരിക്കുന്നേ ഉള്ളൂ. കാര്യം എമ്പുരാന്റെ കളക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പറഞ്ഞില്ല 230 കോടി രൂപ ഇവിടെ കളക്ട് അത് പണി വരാനിരിക്കുന്നുള്ളൂ എന്നൊക്കെ പറയാൻ നിങ്ങളൊക്കെ ആരാണ് ശിശാബ് പ്രസാദ്? ഞാൻ ഈ നാട്ടിലെ പൗരനാണ്. നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്കുള്ള അവകാശം എനിക്കുമുണ്ട്. പണി വരാനിരിക്കുന്നു എന്നുള്ളത് ഒരു ഭീഷണിപ്പെടുത്തൽ വെല്ലുവിളിയൊക്കെ അല്ലേ? പണി വരാനിരിക്കുന്നു പറയുന്നത് ഭീഷണിപ്പെടുത്തലല്ലേ, ചോദ്യം ചെയ്യലല്ലോ. അങ്ങനെ അതൊരു ചോദ്യം ചെയ്യലല്ലോ ശിശാബ് പ്രസാദ്. എങ്ങനെയാ ചോദ്യം ചെയ്യലാകാം? ഞാൻ നിങ്ങളോട് നിങ്ങൾക്കുള്ള പണി വരാനിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ തുല്യമല്ലേ? നിങ്ങൾ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? എന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത്? എനിക്കത് പറയാൻ അവകാശമുള്ളത് കൊണ്ട്, ഞാൻ ഈ നാട്ടിലെ ഒരു പൗരനാണെങ്കിൽ എനിക്കത് പറയാൻ ഈ നാട്ടിലെ പൗരൻ എന്തിനാണ് നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നതിനെയാണ് ചോദ്യം ചെയ്യുന്നത്? ഒരാളെ ഭീഷണിപ്പെടുത്താൻ എന്ത് അധികാരം, എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത്? എനിക്ക് ഇനി അതിനെ ഭീഷണിയായിട്ടാണ്. എന്താണ് എമ്പുരാൻ തെറ്റെന്താണ്? എമ്പുരാനുള്ള പണി വരാനിരിക്കുന്നു എന്ന് അങ്ങ് പറയുമ്പോൾ എന്തിന്റെ പേരിലാണ് എമ്പുരാൻ പണി വരിക? എന്തിനാണ് പണി കൊടുക്കുക? അതുകൂടി പറഞ്ഞിട്ട് പോവാം. അത് പറഞ്ഞേ, നിങ്ങൾ ഇടയ്ക്ക് കയറി പറയല്ലേ ഇത്. പറ കേൾക്കട്ടെ. ഇങ്ങനെയൊക്കെ ഭീഷണിയൊക്കെ പറയുമ്പോ ഇടയ്ക്ക് കയറാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. നടുക്ക് നിൽക്കുമ്പോ പറ. 230 കോടി രൂപയാണ് എമ്പുരാൻ കളക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 130 കോടി രൂപ ഓവർസീസ്, ഇന്ത്യക്ക് പുറത്തു നിന്നാണെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക്. ഇവിടെ ഏതാണ്ട് 700 കോടി രൂപ കളക്ട് ചെയ്ത ഛാവ സിനിമ ഇന്ത്യക്ക് പുറത്ത് കളക്ട് ചെയ്തത് 90 കോടിയാണ്. ഇങ്ങനെ ഇവിടെ മുഴുവനും ഇതുവരെയുള്ള ചരിത്രത്തിലെ ഈ അടുത്ത കാലത്തുണ്ടായ കാര്യത്തില് ഈ രാജ്യത്ത് കളക്ട് ചെയ്ത ഡൊമസ്റ്റിക് കളക്ഷന്റെ ഒരു 40% മാത്രമേ പുറത്ത് കളക്ഷൻ ഉള്ളൂ. എല്ലാ സിനിമകൾക്കും അങ്ങനെയാണ്. പക്ഷെ എമ്പുരാന് മാത്രം ഇവിടെ കളക്ട് ചെയ്തതിനേക്കാൾ വളരെയധികം കൂടുതൽ പുറത്തു നിന്ന് കളക്ട് ചെയ്തു. അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്, സംശയിക്കത്തക്കതായിട്ടുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അവർ ബോധ്യപ്പെടുത്തണം. ഇനിയും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇനിയും വരും ദിനങ്ങളിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇതുമായിട്ട് മഞ്ഞുമൽ ബോയ്സുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ ഞാൻ എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. അങ്ങ് ശരി. എന്തായാലും എമ്പുരാന് പണി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് അങ്ങ് പറഞ്ഞെടുത്ത് തന്നെ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നിലവിലിപ്പോൾ ഗോകുലം ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡ് മണിക്കൂറുകളായി തുടരുകയും ചെയ്യുന്നു.